മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനോഹരമായ ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങളെ കൂടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളൊരു വീട് കണ്ടു, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ആ വീടിൻ്റെ പുറമെ കാണുന്ന ലുക്ക് മാത്രമല്ല ഒരു വീടിൻ്റെ പ്രോപ്പർ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളെ ഡെയിലി ലൈഫിൽ ഹാപ്പി ആക്കുന്ന, നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് നമ്മളൊരു പ്രോപ്പർ ഡിസൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്റീരിയറിൽ ഉപയോഗിക്കുന്ന കളറുകളായിക്കൊള്ളട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ആയിക്കൊള്ളട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന റൂമിൻ്റെ സൈസ്, ഹൈറ്റ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നവയാണ്. വീടിനകത്ത് ഒരു ഇടുങ്ങിയ സ്പേസ് കൊണ്ടുപോയി നമ്മൾ ഒരിക്കലും ഒരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്യരുത്. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ ചുവരുകളെ കൊണ്ട് നിറയ്ക്കരുത്. അത്യാവശ്യം ഓപ്പൺ സ്പേസ് ആയിരിക്കണം. അതുപോലെ അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു സ്പേസ് ആയിട്ട് വീടിനെ മാറ്റണം. രണ്ട് കാര്യങ്ങൾ, ഫ്രീ ആയിട്ട് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അതൊന്ന് സൺലൈറ്റും ഒന്ന് കാറ്റുമാണ്. രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ ആളുകളൊക്കെ വലിയ ഭിത്തി വെച്ച് അല്ലെങ്കിൽ ചെറിയ വിൻഡോകളൊക്കെ വെച്ച് ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്യും. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന രണ്ട് കാര്യങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആ വീട് നമ്മളെ ഹാപ്പി ആക്കണം, നമ്മളെ പോസിറ്റീവ് എനർജി ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ജോലി കഴിഞ്ഞ് സ്ട്രെസ്സുമായിട്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ ആ സ്ട്രെസ്സ് കുറയണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് വീടുണ്ടാക്കുന്നത്. മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനോഹരമായ ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങളെ കൂടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.